മോനേട്ടൻ ചേച്ചി എവിടെ? പള്ളിയിലച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ ആള് വന്നു, അവരങ്ങോട്ട് പോയി. സിസ്ലി വാ. ഇതൊരു പുതിയ സംഭവമായിരിക്കുന്നല്ലോ. ഇത് തുടക്കം മാത്രം. ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മുതൽ കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഈ ഗ്രാമത്തിൽ ഉണ്ടാകും. ഫാദർ പറയുന്നത് സത്യം. ഈ നായ് സാധാരണ നായല്ല മകളെ, പിശാചാണ്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ, ഇതിന്റെ അനിയത്തി സിസിലി. ഞാൻ ജോസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റില. ഏതാണ്ട് സമയമെടുത്തിരിക്കുന്നു. അതാണ് നിങ്ങളും ഇവിടെ എത്തിയത്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരു സാത്താൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അവനെ ദൈവനാമത്തിൽ ഇല്ലാതാക്കണം. എങ്കിലേ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. അച്ഛനെ പോലുള്ളവർ ഇത്തരം വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചാൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അന്ധവിശ്വാസമല്ല മകനെ, സാത്താനെ ഞാൻ നേരിൽ കണ്ടതാ. ഒന്നല്ല 2 തവണ. സാത്താനെ കണ്ടെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? സത്യം. ആ സത്യം ഞാൻ നിങ്ങളോട് പറയാം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മച്ചിയെ കാണാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി സെമിത്തേരിക്ക് സമീപം വച്ച് ഞാൻ നമ്മുടെ മഹേന്ദ്രനെ കണ്ടു. അവരെ ഞാൻ പിന്തുടർന്നു. അതിന്റെ ഭവിഷ്യത്തായിരുന്നു അത്. അപ്പൊ ഞാൻ ആ സത്യം മനസ്സിലാക്കി. മഹേന്ദ്രന്റെ ശരീരത്തിൽ സാത്താൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന്. ആ സത്യം മുമ്പേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു. അവനാണ് ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അച്ഛൻ എന്താ ഈ പറയുന്നത്? എന്റെ കുഞ്ഞ് സാത്താനാണെന്നോ? ഒരിക്കലുമില്ല. മഹേന്ദ്രൻ നമ്മുടെ മോൻ തന്നെ. അവന്റെ ശരീരത്തിലാണ് സാത്താൻ കയറിയിരിക്കുന്നത്. ഇനി നിങ്ങളും സൂക്ഷിക്കണം. ഞങ്ങൾ എന്താ വേണ്ടത് ഫാദർ, പറയൂ. സമയമായിരിക്കുന്നു. നമുക്ക് മഹേന്ദ്രനെ രക്ഷപ്പെടുത്തണം. അതിന് വഴികളുണ്ട്. പക്ഷേ അതിനൊക്കെ പ്രത്യേക സമയവും കാലവുമുണ്ട്. അത് നോക്കി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതണം. അപ്പൊ ആ കിഴവൻ പറഞ്ഞതും നമ്മൾ മഹേന്ദ്രനെ ബംഗ്ലാവിൽ വെച്ച് കണ്ടതും അച്ഛൻ പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോ ശരിയാവും. എന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. നീ വിഷമിക്കാതിരിക്കും മറിയേ. നമ്മുടെ കുഞ്ഞിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒപ്പം നമ്മുടെ ജീവനും. നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ആലോചിക്കേണ്ടത്. എനിക്കിപ്പോ സംശയങ്ങൾ ഏറെയാണ്. മണിയപ്പനും മഹേന്ദ്രനും കൂടിയാണ് സ്ഥലങ്ങൾ കാണാൻ പോയത്. മണിയപ്പൻ തിരികെ വന്നിട്ടില്ല. നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? യെസ്, ഞാനും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇവിടുത്തെ ശവക്കോട്ട ഒന്ന് പരിശോധിക്കണം. എന്തിന്? അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തം. ശവക്കോട്ടയുടെ സമീപത്താണ് മഹേന്ദ്രനെ കണ്ടത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. മോനെ പറയ്, എവിടെ വെച്ചാ മണിയപ്പൻ ചേട്ടനെ കണ്ടത്? കുറച്ചു ദൂരം കൂടി നടന്നാ മതി. എപ്പോഴാ മോൻ കണ്ടത്? ഇന്ന് രാവിലെ. ഇന്നോ? ആ. ഭവാനി ആന്റി മണിയപ്പൻ ചേട്ടനെ ഓർത്തു കരഞ്ഞില്ലേ? ആ. അപ്പൊ എനിക്ക് തോന്നി മണിയപ്പൻ ചേട്ടനെ ഒന്ന് തേടണമെന്ന്. ആന്റി എന്നെ മുറിക്കകത്തിരുത്തിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോഴാ ഞാനിവിടെ വന്നത്. എന്താ ആന്റി? ഞാൻ മോനെ മുറിക്കകത്താക്കി പുറത്തൊന്നും പൂട്ടിട്ടാണല്ലോ പോയത്. പിന്നെ എങ്ങനെ പുറത്തു കിടന്നു? അതൊന്നും ഞാൻ പറയില്ല. പിന്നീട് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മോൻ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാനില്ലേ വാതിൽ തുറന്നു തന്നത്? ഈ ആന്റി ഒരു മണ്ടിയാ. ആ മുറിയിലെ കണ്ണാടി ജനലിൽ പൊട്ടിച്ച ഞാൻ പുറത്തു കിടന്നതും തിരികെ കയറിയതും. വാ, ഇവിടെ അടുത്താ. വാ. ഇവിടെ വെച്ചാ ഞാൻ മണിയപ്പൻ ചേട്ടനെ കണ്ടത്. ഇവിടെ വെച്ചോ? ആ, ആ കല്ലറയുടെ മോളിൽ ഇരിക്കായിരുന്നു. മഹേന്ദ്ര മോനെ,
നിൽക്കവിടെ സാത്താനെ, നിന്റെ കളി ഇവിടെ വേണ്ട. നിൽക്കവിടെ, നിൽക്കാൻ, നിൽക്കാൻ. മഹേന്ദ്രൻ കുഞ്ഞെ, മഹേന്ദ്രൻ കുഞ്ഞെ, എന്താ ഉണ്ടായത്? മണിയപ്പൻ ചേട്ടനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോ എന്തോ സംഭവിച്ചു. കുഞ്ഞിന്റെ കണ്ണ് പൂച്ച കണ്ണായി. എന്നിട്ട് അവരെവിടെ? ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അന്വേഷിക്കുന്ന മഹേന്ദ്രനെ ഞാൻ വർഷങ്ങളായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവനെ ഇനി കാണാൻ സാധിക്കില്ല. അവൻ പോയിക്കഴിഞ്ഞു. എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിക്കുവോ? പേടിക്കണ്ട. നിങ്ങൾ കരുതും പോലെ പിച്ചും പേയും പറയുകയല്ല ഞാൻ. സത്യമാണിതെല്ലാം. ഈ സത്യത്തെ തോൽപ്പിക്കാൻ അവൻ ജന്മമെടുത്തിരിക്കുകയാണ്. അവനെ അറുതി വരുത്തി നിങ്ങളെയും ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം. അതിന് എന്നോടൊപ്പം നിൽക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും? ഇന്ന് സന്ധ്യയ്ക്ക് നിലാവുദിച്ച് കഴിയുമ്പോൾ എന്റെ അടുക്കൽ വരണം. വരേണ്ട സമയം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. കാരണം ഇന്ന് മിഥുന പഞ്ചമി നാളാണ്. ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം, തിരികെ കൊണ്ടുവരണം. അങ്ങനെ പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമല്ല. നമ്മൾ ഒത്തൊരുമിച്ച് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി നിന്നെങ്കിൽ മാത്രമേ മഹേന്ദ്രനെ പിടിക്കാനാവൂ. എന്റെ താമസ സ്ഥലം പെൺകുറിഞ്ഞി പാലത്തിനടുത്തു നിന്ന് 1 കിലോമീറ്റർ വരണം. സന്ധ്യയ്ക്ക് പുറപ്പെട്ടോളൂ. ഞാൻ പാലത്തിനടുത്ത് കാത്തു നിൽക്കാം. അമ്മേ, പ്രസിഡന്റും സേട്ടുജിയും കാണാൻ വന്നിരിക്കുന്നു. സേട്ടുജിക്ക് നമ്മുടെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന്. എത്ര പണം വേണമെങ്കിലും തരും. എന്താണാവോ? മറ്റൊന്നുമല്ല, ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഇൻസ്പെക്ടറുടെ കാമുകിയില്ലേ, സിസിലി, അവളെ സേട്ടുജിക്ക് വേണം. അല്പം റിസ്ക് ആണല്ലോ. എന്ത് റിസ്ക് എടുത്തും അവളെ ഇവിടെ കൊണ്ടുവരണം. സേട്ടുജിയെ കുറിച്ച് വളരെ മോശമായ ഒരു റിപ്പോർട്ട് അവള് പത്രത്തിൽ എഴുതി. ഓഹോ, അവ എങ്ക இருக்கான்னு எனக்கு தெரியும். അവളെ എനിക്ക് വേണം. ഏറ്റു. നാളെ അവൾ ഇവിടെ എത്തിയിരിക്കും. പോരെ? താങ്ക് യു. രാമുവിനെ വിട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഉം. നടക്ക സെട്ടി. സിസിലി ഇതുവരെ കണ്ടില്ലല്ലോ. വരും. അവളെ ഞാനാ ദേവിയമ്മയുടെ ആശ്രമ പരിസരം ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞയച്ചത്. ഒറ്റയ്ക്ക് എന്തായാലും അങ്ങോട്ടേക്ക് അയക്കണ്ടായിരുന്നോ? ഒപ്പം ഞാനും കൂടെ പോയാ വല്ല സംശയം തോന്നുന്നു കരുതിയാ അവളെ തനിയെ വിട്ടത്. ഭവാനിയാണെങ്കിൽ വീട്ടിലേക്കും പോയി. ഇല്ലെങ്കിൽ അവളെ വിട്ടെന്ന് അന്വേഷിപ്പിക്കാമായിരുന്നു. വേണ്ട ചേട്ടാ, ഞാൻ ബൈക്ക് എടുത്ത് പോയി നോക്കിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ല്. നമുക്ക് നിലാവ് ഉദിക്കുമ്പോ ആ വൃത്തിന്റെ അരികിലേക്ക് പോവേണ്ടതാ. താമസിച്ചാ അപ്പൊ ഞാൻ പോയിട്ട് വരാം. പ്രതീക്ഷിച്ചില്ല അല്ലേ? ദേവിയമ്മ, അതെടി, നീയും നിന്റെ കാമുകനും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇല്ലടി? നിങ്ങളുടെ കള്ളത്തരങ്ങൾ തീർച്ചയായും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതും. അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. അധികം ഞെളിയണ്ട. സമയം അടുത്തെത്തിയിരിക്കുന്നു. സേട്ടുജിയെ കുറിച്ച് നീ എഴുതിയ റിപ്പോർട്ടിന് പകരം വീട്ടാൻ സേട്ടുജി തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്.
കയ്യിലകപ്പെട്ടു. എന്നിട്ട് ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാ. ജോസ്, നമ്മൾ തരുന്ന സേട്ടിച്ച് അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ അവരെ തളയ്ക്കാൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവര് രക്ഷപ്പെടും. യെസ്, ഞാൻ ഇപ്പൊ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മെസ്സേജ് കൊടുക്കാം. രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇല്ലാതാക്കാൻ പോലീസ് കാവൽ ഏർപ്പെടുത്താനും പറയാം. രഹസ്യമായി ആശ്രമത്തിലേക്ക് പോകാനുള്ള റൂട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നിന്നെ ഞാൻ വീട്ടിൽ വിടാം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സന്യാസിൽ അവിടെ എത്തിക്കോളാം. നീ വേഗം കയറും.